ജോർജ് ജോസഫ്, മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും എന്നപോലെ തെറ്റുകൾ പറ്റാം. അങ്ങനെ പറ്റുന്ന തെറ്റുകൾ നമ്മൾ അതിന് ഒരു പരിധി അനുവദിച്ചിട്ടുമുണ്ട്. തെറ്റുകൾ സംഭവിക്കാവുന്നതിൻ്റെ ഒരു പരിധി. അതിൻ്റെ അപ്പുറത്തേക്ക് മാധ്യമ വാർത്തകൾ ഇക്കാലത്ത് പോകുന്നുണ്ടോ? താങ്കളൊരു പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ്, ആ നിലയ്ക്ക് പറയണം. ഒപ്പം തന്നെ ആ തെറ്റുകൾക്ക് രാഷ്ട്രീയ സമ്മതി സമുന്നതരായ നേതാക്കൾ, ഒന്നാം കിട നേതാക്കൾ നൽകുന്നത് ശരിയാണോ? ആ വാർത്തകൾ തെറ്റാണ് എന്ന് ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞാൽ, ഇവിടെ ഇതാ ഗോവ ഗവർണർ അദ്ദേഹത്തിൻ്റെ രാജ്ഭവൻ പത്രക്കുറിപ്പ് തന്നെ ഇറക്കിയിരിക്കുന്നു. എന്നിട്ടും അത് UDF നേതാക്കൾ അത് പറ്റിയത് കിട്ടിയ വിവരം അനുസരിച്ച് പ്രതികരിച്ച് പോയതാണ്, അതിൽ കാര്യമില്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. നമ്മൾ നുണകളുടെ ഒരു പെരുമഴക്കാലത്തേക്കാണോ പോകുന്നത്? കേരളം നവകേരളത്തിലേക്ക് പോകുമ്പോൾ നവകേരളത്തിന് ചേർന്ന ഭീകരമായ നുണകൾ നമ്മുടെ ഇടമ്പാടും വലമ്പാടും മുകളിലും ഒക്കെ ഉണ്ടാകുമോ എന്ന ഒരു ഭീതിയോടെയാണ് ഞാൻ ഈ പ്രശ്നം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ മുന്നിൽ വയ്ക്കുന്നത്. ജോർജ് ജോസഫ്. ശ്രീ ചന്ദ്രശേഖരൻ വളരെ പ്രധാനപ്പെട്ടതും വളരെ വാലിഡുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ചർച്ചയുടെ ആമുഖമായിട്ട് താങ്കൾ ഉയർത്തിയത്. അതിലെനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഇതിൽ എനിക്ക് ആമുഖമായിട്ട് ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണമാണ് ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനം 2-ാം തീയതി പരിശോധിക്കുന്നതിന് വേണ്ടി അല്ല അപ്പോൾ ആ മുന്നൊരുക്കം നടക്കുന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ പോകുന്ന കാര്യത്തെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം അതിൻ്റെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചത്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം കുടുംബസമേതമാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസും 2 മക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ വാർത്ത അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ആ വാർത്ത അവതരിപ്പിച്ചത് JD വാൻസിൻ്റെ മക്കൾ ഇന്ത്യൻ സ്റ്റൈലിൽ കുർത്തയും പൈജാമയും ധരിച്ചിരിക്കുന്നു, ഇന്ത്യൻ സ്റ്റൈലിലുള്ള വേഷമാണ് മകൾ ധരിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തോടുമൊക്കെയുള്ള വലിയ ആഭിമുഖ്യം ഉഷ വാൻസും JD വാൻസും പ്രകടമാക്കുന്നു എന്നുള്ളൊരു മനോഹരമായ ഒരു ചിത്രീകരണം. പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ സാരിയെക്കുറിച്ചൊക്കെ ചിത്രീകരിക്കുന്നൊരു രീതി ചന്ദ്രശേഖരനെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനോരമയ്ക്കുണ്ടായിരുന്നു. മഞ്ഞ സാരിയിൽ കസവ് ബോർഡർ അണിഞ്ഞ മനോഹരമായ സാരി ധരിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു വിശദീകരണവും ഇതൊക്കെ ഉണ്ടായിരുന്നു, അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അതാണ് ചെയ്തത്. അതുകൂടാതെ തന്നെ പല നമുക്ക് ടെലിവിഷൻ ചാനലിൽ നമ്മൾ കാണുന്നത് JD വാൻസ് പ്രധാനമന്ത്രിയെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടെയുണ്ട്. ആ മക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നതും മയിൽപ്പീലി സമ്മാനിക്കുന്നതുമൊക്കെ, എന്നിട്ട് ആ കുട്ടികൾ മയിൽപ്പീലി കൗതുകത്തോടെ നോക്കുന്നതുമൊക്കെ വലിയ മനോഹരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വലിയ സംഭവങ്ങളായി, അതൊക്കെ വലിയ നേട്ടങ്ങളായി അങ്ങോട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രി ഇത് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ കൂട്ടി എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു കാര്യം എന്താണ്, ഇന്ന് ലോകമെമ്പാടും മാധ്യമപ്രവർത്തകർ എന്തു മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ലോകമെമ്പാടും എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫാമിലിയെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ കൊണ്ടുപോവുകയും അവരുടെ കാര്യങ്ങൾ കുട്ടികളൊക്കെ പോകുന്നൊരു സ്ഥിതിവിശേഷവും കാര്യങ്ങളൊക്കെ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു കാലമല്ല. വ്യക്തിപരമായ തങ്ങളുടെ ചേർത്ത് പിടിക്കുന്ന കുടുംബവും മറ്റു ആളുകളും ഒക്കെ ഇത്തരം യാത്രകളിൽ സംബന്ധിക്കാറുണ്ട്. പക്ഷേ ആരെങ്കിലും പറഞ്ഞോ JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി വാണിജ്യ ബന്ധത്തെക്കുറിച്ചുള്ള, ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന കരാറിനെക്കുറിച്ചുള്ള പ്രാരംഭ തലത്തിലുള്ള ചർച്ചകളൊക്കെയാണ് ഡൽഹിയിൽ അന്ന് നടന്നത്. ആ ചർച്ചകളിൽ എപ്പോഴെങ്കിലും ഉഷ വാൻസും മക്കളും വരുന്നതായിട്ട് ആരും പറഞ്ഞില്ലല്ലോ.
അതെന്താണ് അങ്ങനെ പറയാതിരുന്നത്? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് ഇവർ കണ്ടെത്തിയത്? അപ്പോൾ അവിടെ അത് മഹാകാര്യം. അവിടെ കുടുംബത്തെ കൊണ്ടുവന്നതൊക്കെ വലിയ നമ്മുടെ സംസ്കാരത്തോട് കാണിക്കുന്ന ഒരു വിധേയത്വം, ഭയങ്കര സംഭവം. പ്രധാനമന്ത്രി ഇങ്ങനെ മയിൽപ്പീലി കൊടുക്കുന്നു, അതൊക്കെ വലിയൊരു സംഭവം. ഇവിടെ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് മഹാ അപരാധം. ഇതാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലാവില്ല. വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണോ? നമുക്ക് തലയ്ക്ക് വെളിവുള്ള ഏതൊരാൾക്കും അറിയാം, ഒരു ഔദ്യോഗികമായി നടക്കുന്നൊരു ഡിസ്കഷനിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ ആരും തന്നെ ഇരിക്കില്ല. പ്രധാനമന്ത്രിയോടൊപ്പം നടന്ന JD വാൻസ് നടന്ന ചർച്ചയിലും ഉഷ വാൻസും മക്കളും ഇരുന്നിട്ടുണ്ടാവില്ല. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ മറ്റു കാര്യങ്ങളിൽ അവർ പോകുന്നതിന്, വ്യക്തിപരമായി അവർക്ക് അതിൻ്റെ കൂടെ പോകുന്നതിനൊക്കെ എന്താണൊരു തടസ്സവും അതിൽ എന്താണൊരു കുഴപ്പവും കാണുന്നതെന്ന് മനസ്സിലാവണില്ല. ഇവരാരെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ഭാര്യ പോർട്ട് സന്ദർശിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഔദ്യോഗികമായ മീറ്റിങ്ങിൽ ഇവരിയ്ക്കുന്നതായിട്ട് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്തെങ്കിലും ഒരു തെളിവോ ഒരു ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവർ എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷ്വലോ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അതിൽ ആ കാര്യത്തിലെല്ലാം ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഇതേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഏതെങ്കിലും മന്ത്രിയോ BJP നേതാവോ പ്രധാനമന്ത്രിയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മഹത്തരമാണ്. അത് മഹത്തരമായ കാര്യമായിട്ട് ചിത്രീകരിച്ച് ജനങ്ങളുടെ അപ്പോൾ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്ത് ഇവരൊരു കൾട്ടാണ്, ഒരു ഫിഗറാണ്, ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള കൊട്ടേഷൻ, അതിനെന്തെങ്കിലും ഒരു പൈസ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് BJP പല മാധ്യമ സ്ഥാപനങ്ങളെയും പത്രങ്ങളെയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എന്താണ് അടിസ്ഥാനം? അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഇൽ ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്നത് എന്തിനാണ്? ഇവിടെ തിരിച്ച് വേറൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരാൾക്ക്, ഏതൊരു വ്യക്തിക്കും ഭാര്യയും മക്കളെയും കൊണ്ടുപോകാനുള്ള അവകാശം ഈ രാജ്യത്ത് അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവകാശമില്ലേ?